വെൽക്കം ബാക്ക് ടു ലേണിനോ. പി എസ് സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. ഇലക്ട്രിക്കലിലും ഇൻസ്ട്രുമെന്റേഷനിലും ഈ ഒരു പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, സോ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, കാറ്റഗറി നമ്പർ 070/2024. നല്ല ഒരു സ്കെയിൽ ഓഫ് പേ തന്നെയാണ് വരുന്നത്. 3 വേക്കൻസീസ് ആണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 19 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഇതിൽ 21 to 40 ആണ് ഏജ് ലിമിറ്റ്. ദെൻ ഏജ് റിലാക്സേഷൻ വരുന്നവർക്ക് അതിനനുസരിച്ച് ഏജ് റിലാക്സേഷനും ഉണ്ട് ആ ഒരു കാറ്റഗറിയിലുള്ളവർക്ക്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യും. ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ബിടെക് ഒക്കെ കഴിഞ്ഞവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ജൂൺ 19-നാണ്. അപ്പോൾ ഇലക്ട്രിക്കലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എയുടെ എക്സാം ഇപ്പോൾ അടുത്ത മാസം ഒരു പരീക്ഷ നടക്കും. ഇപ്പൊ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഉണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് മന്ത് നമ്മൾ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഈ ഒരു പോസ്റ്റ് അപ്പോൾ എക്ക് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ, അതായത് ഒരു ഡിഗ്രി ലെവലിൽ ബിടെക് ഒക്കെ കഴിഞ്ഞവർക്ക് ഡിഗ്രി ലെവലിൽ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 3 പരീക്ഷയും നിങ്ങൾക്ക് നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ലേണിനോ ആപ്പിൽ നമ്മൾ ഇതിന്റെ കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലെക്ചേഴ്സും MCQസും നോട്ട്സും ടെസ്റ്റ് സീരീസും ആയിട്ട്. അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്ത 1 ഇയർ വാലിഡിറ്റിയിലാണ് ആ ഒരു കോഴ്സ് വരുന്നത്. അപ്പൊ ഈ വരുന്ന എക്സാമുകൾക്കൊക്കെ തന്നെ നിങ്ങൾക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതായത് ഒരു സിലബസ്, കാര്യമായ വ്യത്യാസം ഈ സിലബസിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഏതെങ്കിലും മോഡ്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലേ ഉള്ളൂ. അപ്പോ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ 3 പരീക്ഷയ്ക്കും, അതായത് ഒരു പ്രിപ്പറേഷനിൽ നമുക്ക് 3 പരീക്ഷ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നോക്കാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻസ്ട്രുമെന്റേഷൻ, അഗൈൻ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിൽ തന്നെ. അത് കാറ്റഗറി നമ്പർ 069/2024 ആണ് വരുന്നത്. ഒരു വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് 19th, ജൂൺ 19th ആണ് ലാസ്റ്റ് ഡേറ്റ്. അതിൽ നമുക്ക് 21 to 40 തന്നെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഡിഗ്രി ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഓർ ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. അപ്പൊ ഡിഗ്രി ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിൽ ബിടെക് ഒക്കെ കഴിഞ്ഞവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ജൂൺ 19 തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാം. താങ്ക് യു.